നാരായണീയ ദശകം 19 സമർപ്പണത്തിൻ്റെ പാർട്ട് 2. നമ്മൾ 6 ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഭഗവാൻ പ്രത്യക്ഷനായി എന്ന്. അതിൻ്റെ ബാക്കി ശ്ലോകം 7. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യപരാദ്വരാനദാഃ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിശ്ച കാമദ. അവർ വരമൊന്നും അപേക്ഷിക്കാതെ ഇരുന്നിട്ടും ഭക്തവത്സലനായ ഭഗവാൻ കേവലം നിങ്ങളുടെ സ്മരണ കൊണ്ട് തന്നെ ലോകത്തിന് നന്മ വരട്ടെ, രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട ആ രുദ്രഗീതം സ്തോത്രം ചെയ്യുന്നവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കട്ടെ, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നൽകി. അടുത്ത ശ്ലോകം 8. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനുതക്ഷണാച്ചമാം പ്രയാസ്യധേദീ നഗതോ മുദൈവതാൻ. വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ ഭാര്യയായി സ്വീകരിച്ച് അവളോടൊത്ത് 10 ലക്ഷം സംവത്സരം സന്തോഷിച്ച് വസിക്കുക. അവളിൽ ദക്ഷൻ എന്നൊരു പുത്രൻ ജനിക്കും. അപ്പോൾ തന്നെ എന്നിൽ വന്നു വിലയം പ്രാപിച്ചാലും എന്നിങ്ങനെ അവരിൽ അത്യധികം സന്തുഷ്ടനായി തീർന്ന അവിടുന്ന് അനുഗ്രഹിച്ചു. ശ്ലോകം 9. തതശ്ച തേ ഭൂതലരോദിനസ്തരൂന കൃതാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോ വിരേമിരേ. അങ്ങയുടെ തിരോധാനത്തിന് ശേഷം തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറിയ പ്രചേതസ്സുകൾ ശാഖോപശാഖകളിൽ കരയെ മറച്ചുകൊണ്ട് ഇടതിങ്ങി വളരുന്ന വൃക്ഷങ്ങളെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് ആഗതനായി അവരെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അനന്തരം അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം വൃക്ഷങ്ങൾ തങ്ങളുടെ പുത്രിയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങ് അരുളി ചെയ്ത അത്രയും സംവത്സരം അവർ മാരിഷയോടൊത്ത് സസുഖം വസിച്ചു. ശ്ലോകം 10. ഇതിൽ കണ്ടു മഹർഷിയുടെ ഭാര്യ പ്രമളോജയെ മഹർഷി ഉപേക്ഷിച്ചു. ആ പ്രമളോജയിലുണ്ടായ മകളാണ് മാരിഷ എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അത് എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിച്ച. മാരിഷയോടൊത്ത് സസുഖം വസിച്ചു. അപ്പോൾ ആ മാരിഷ ആരാന്നവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞ. അടുത്ത ശ്ലോകം 10-ാമത്തെ ശ്ലോകം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധഃ ത്വമീശ വാദാലയനാഥ പാഹി മാം. അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാദാലയനാഥ പാഹി മാം. അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാദാലയനാഥ പാഹി മാം. ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ച് സന്തുഷ്ടരായി തീർന്ന പ്രചേതസ്സുകൾ അനേകം യാഗങ്ങൾ ചെയ്ത് സുഹൃതികളായി നാരദനിൽ നിന്ന് ലഭിച്ച ജ്ഞാനബലത്താൽ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചു, ഭഗവാനിൽ തന്നെ ലയിച്ചു. അല്ലയോ ഈശ്വര, ഇപ്രകാരം ഭക്തവത്സലനായിരിക്കുന്ന അവിടുന്ന് എന്നെയും കാത്തുരക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർജിയുടെ പ്രാർത്ഥന. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ആ ശ്ലോകങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടി ഒന്നിച്ച് വായിച്ചു തരാം. അഥ ശ്രീമന്നാരായണീയ ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹേരിവദൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവാം പിതുഃശുശ്രൂഷാ നിരതസ്യ ശാസനാദ് ഭവത്തപസ്യാഭിരദാദശാഭിതേ പയോനിധിം പശ്ചിമമിത്യതത്തടേ
സരോവരം സന്തദൃശുർമനോഹരം തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശദ്ഭക്തതമസ്തവസ്തവം സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാഹ ഭവത്സുഖാസ്വാദരസാദമീഷ്യാൻ ബഭൂവ കാലോ ധ്രുവവന്നശീഘ്രത തപോഭിരേഷാമതിമാത്രവർദ്ധിഭിः സയജ്ഞഹിംസാ നിരതോ വിഭാവിതഃ പിതാ പിതേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാഹ പദകേന്ദ്രവാഹനഃ വിരാജിചക്രാദിവരായുധാംശുഭിः ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതിः പ്രചേതസാം താവദയാചതാമഭി ത്വമേവ കാരുണ്യപരാദ്വരാനദാഃ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യതേതി നഗതോ മുദൈവതാൻ തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധഃ ത്വമീശവാദാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ.